ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രീ കോൺസെൻറ്റ്, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. അതിലൊരുപാട് ഘടകങ്ങൾ എലമെൻറ്റ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു ഫ്രീ കോൺസെൻറ്റ് ഇല്ല എന്ന് അനുമാനിക്കേണ്ടി വരും എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് 2 പോയിൻറ്റ്സാണ് നോക്കിയത്. ഒന്ന് കോർഷൻ, ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്രീ കോൺസെൻ്റ് അല്ല, അതുകൊണ്ട് കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. എഗ്രീവ്ഡ് പാർട്ടിക്ക്, ആർക്കാണോ ഈ പറയുന്ന ഭീഷണി നേരിടേണ്ടി വന്നത്, കോർഷൻ നേരിടേണ്ടി വരുന്നത്, അവർക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റ് റദ്ദ് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതായത് ഒരാൾ റിലേഷൻഷിപ്പിൽ ഒരു ഡോമിനൻ്റ് പൊസിഷനുള്ള ഒരാൾ മറ്റൊരാളെ, അതൊരു മെൻ്റൽ കോർഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ത്രെറ്റ് കാരണം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെയും ഫ്രീ കോൺസെൻ്റ് അല്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആകും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് മാത്രമല്ല, ഇതിൽ ഫ്രോഡ് എന്ന് പറയുന്ന സാധനം വരികയാണെങ്കിലും എന്ത് വരും, ഇവിടെ ഫ്രീ കോൺസെൻ്റ് അല്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, വാട്ട് ഡു യു മീൻ ബൈ ഫ്രോഡ്? എന്താണ് ഫ്രോഡ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് റോങ് ഫാക്ട്സ് ഫോർ ഡിസീവിങ് ദി അതർ പാർട്ടി. അതായത് വസ്തുതാവിരുദ്ധമായൊരു കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അത് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഫ്രോഡ്. ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫ്രോഡാണ്. In other words, when a wrong representation is made by a party with the intention to deceive the other party or to cause to him to enter into a contract, it is said to be fraud. അതായത് ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഫ്രോഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വാട്ട് യു മീൻ ബൈ ഫ്രോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ എഴുതിയാൽ മതി. ഓക്കെ, ഇതുവരെ എഴുതിയാൽ മതി. ഓക്കെ, ഈ പാസേജ് ഫുള്ളായിട്ട് എഴുതണമെന്നില്ല. കാര്യം ഫ്രോഡ് എന്ന് ചോദിച്ചാൽ 2 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള പാസേജ് എഴുതിയിട്ട് ടൈം കളയണ്ട, ഇതുവരെ എഴുതി വെച്ചാൽ മതി, ഓർത്ത് വെക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള പാസേജ് കൂടി ഒന്ന് വായിച്ചിട്ട് പോവാം. ടു ഡിസീവ് മീൻസ് ടു ഇൻഡ്യൂസ് എ മാൻ ടു ബിലീവ് ദാറ്റ് എ തിങ് ഈസ് ട്രൂ വിച്ച് ഈസ് ഫോൾസ്. അതായത് ഒരു സംഗതി, തെറ്റായൊരു സംഗതിയെ ശരി എന്ന് തോന്നിപ്പിക്കലാണ് ഡിസീവ് ചെയ്യുക എന്ന് വെച്ചാൽ, ചതിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ ചതിച്ചുകൊണ്ടിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ അത് ഫ്രീ കോൺസെൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, കോൺട്രാക്റ്റ് വിൽ ബിക്കം വോയിഡബിൾ. ഓക്കെ, ദ ടേം ഫ്രോഡ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻറ്റൻഷണൽ, ഡെലിബറേറ്റ് ഓർ വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് ആർ മെറ്റീരിയൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷന് ഒരാളെ ഇൻറ്റൻഷനോട് കൂടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ പറ്റിക്കുക. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ഡെഫിനിഷൻ ഓഫ് ഫ്രോഡ്, ഫ്രോഡിൻ്റെ നിർവചനം, ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്റ്റിലുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ അത് വേർഡ് ബൈ വേർഡ് ആയിട്ട് തന്നെ ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ എക്സാമിനേഷന് പ്രസൻറ്റ് ചെയ്യണം, ഡെഫിനിഷൻ ആയതുകൊണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17, അപ്പോൾ ഫ്രോഡിൻ്റെ ഡെഫിനിഷൻ എവിടെയാണ് വന്നിരിക്കുന്നത്, സെക്ഷൻ 17 ഫ്രോഡിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17, ഫ്രോഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഓർ വിത്ത് ഹിസ് കോണിവൻസ് ഓർ ബൈ ഹിസ് ഏജൻറ്റ്. ഒന്നുകിൽ അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ, വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസീവ് അതർ പാർട്ടി ദെയർ ടു ഓർ ഹിസ് ഏജൻറ്റ് ഓർ ടു ഇൻഡ്യൂസ് ഹിം ടു എൻ്റർ ഇൻ ടു ദ കോൺട്രാക്ട്. ഒന്നുകിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ വസ്തുതകളൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഇതിൽ വേണ്ടിയിട്ട് ഇയാളെ തയ്യാറെടുപ്പിക്കുന്നതിൽ എന്തെങ്കിലും ചതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വം വരുത്തി കഴിഞ്ഞാൽ അതും ഫ്രോഡാണ്. ഓക്കെ, ഒന്നുകിൽ ഒരു പാർട്ടി ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റ് ചെയ്യാം. ഈ പാർട്ടി ഒന്നുകിൽ ഇയാളുടെ, അതായത് ഏത് പാർട്ടിക്കാണോ ഈ ഫ്രോഡ് ഏൽക്കാൻ പോകുന്നത് അയാളുടെ ഏജൻറ്റ് മുഖാന്തരമായിരിക്കും, ഏജൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതർ പാർട്ടീനെ തെറ്റിദ്ധരിപ്പിക്കലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം.
the suggestion as to a fact of that which is not true by one who does not believe it to be true. ഒരു സജഷൻ കൊടുക്കുക ഒരു ഫാക്റ്റിന്. അപ്പോൾ അത് എന്താണ് സത്യമല്ല എന്നറിഞ്ഞിട്ടും ഒരു സൂചന കൊടുത്തിട്ട് ഒരാളെ പറ്റിക്കുക. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് എന്താ പറയുന്നത്? ദി ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട് ബൈ വൺ ഹാവിങ് നോളേജ് ഓർ ബിലീഫ് ഓഫ് ദ ഫാക്ട്. അതായത് ഒരു സംഗതി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും, അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു മാരകമായ അസുഖം അയാൾക്ക് ഉണ്ട് എന്നറിയാം, എന്നിട്ടും അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ മാരക സൂക്കേട് കാരണം ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പിന്നെ ഇയാളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ അനന്തരാവകാശികൾക്കോ ഒന്നും ചിലപ്പോൾ ഇൻഷുറൻസ് തുക കൊടുക്കേണ്ടി വരില്ല. കാര്യം അത് ഫ്രോഡാണ്, വിൽഫുള്ളി കൺസീൽ ചെയ്യാണ്. ഒരു അസുഖം ഉണ്ടായിട്ട് പോലും എന്താണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് 1-2 തവണകൾ അടയ്ക്കുമ്പോഴേക്ക് ഇയാൾ മരിച്ചു പോയാൽ അത് ഇൻഷുറൻസ് കമ്പനിയെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. അതായത് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് കൃത്യസമയത്തിനുള്ളിൽ ഇന്നത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനൊരു ഉദ്ദേശവുമില്ലാതെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ് ഫ്രോഡാണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക, എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റേതെങ്കിലും കാര്യം. ഈ എന്ന പോയിന്റ്, എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദി ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലൻറ്റ്. നിയമം ഫ്രോഡുലൻ്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ട് ചെയ്താലും ഫ്രോഡായി. ഓക്കെ. ഇനി അടുത്ത സൈഡിങ് ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡാണ്. ഫ്രോഡിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദ ഫ്രോഡുലൻറ്റ് ആക്ട് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട്. ഈ ഫ്രോഡുലൻറ്റ് ആക്ട്, ഈ ഫ്രോഡ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി ആയിരിക്കണം ഈ ഫ്രോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റ്, പാർട്ടി മുഖാന്തരം അയാളുടെ ഏജൻറ്റ്. ഓക്കെ. ദി ആക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദി കോൺട്രാക്ട് ആൻഡ് നോട്ട് ബൈ എ സ്ട്രേഞ്ചർ. ഒരു മൂന്നാമൻ വന്നിട്ട് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓർ സജഷൻ ഓർ അസേർഷൻ ഓഫ് എ ഫാക്ട് വിച്ച് മസ്റ്റ് ബി അൺട്രൂ. അതായത് ഈ ഫ്രോഡ് നടക്കണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു സംഗതി ഉണ്ട് എന്ന് പറയണം, പക്ഷെ അത് ഒരിക്കലും എന്താണ് സത്യമാവാനും പാടില്ല. ഓക്കെ. അതായത് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയാം, പക്ഷെ എന്താണ് സത്യത്തിൽ ഒരു മാരക അസുഖമുള്ള ഒരാളായിരിക്കാം, നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ കേസിൽ. ഓക്കെ. ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രോഡ് ദർ മസ്റ്റ് ബി സം റെപ്രസെൻറ്റേഷൻ, തെറ്റായ ഒരു ധാരണ കൊടുക്കുക, ഓർ സജഷൻ ഓർ അസേർഷൻ ഓഫ് എ ഫാക്ട് വിച്ച് ഈസ് ഫോൾസ്. ഓക്കെ. അതൊരു ഫാക്റ്റ് കൊടുക്കുകയാണ്, ആരോഗ്യവാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അനാരോഗ്യമുള്ളൊരു വ്യക്തി ആരോഗ്യവാനാണെന്ന് പറയുന്നത് എന്താണ് മിസ് റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് റെപ്രസെൻറ്റിങ് എ ഫോൾസ് ഫാക്റ്റ് ആണ്. ഓക്കെ. ആൻഡ് ദി പാർട്ടി മേക്കിംഗ് ഇറ്റ് നോസ് ദാറ്റ് ഇറ്റ് ഈസ് ഫോൾസ്. അതായത് ആരാണോ ഈ പ്രോമിസ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ വെക്കുന്നത് അയാൾക്ക് അറിയാം ഇത് തെറ്റാണ് എന്നുള്ളത്, എന്നിട്ടുമാണ് ഇത് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വില്ലിംഗ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട്. ഒന്നുകിൽ എന്താണ് തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സംഗതി ഇല്ല എന്ന് മറച്ചു വെക്കുക. ഓക്കെ. വെൻ ദ പാർട്ടി ടേക്ക് സം പോസിറ്റീവ് സ്റ്റെപ്പ് ടു പ്രിവെൻറ്റ് ഇൻഫർമേഷൻ ഫ്രം റീച്ചിങ് ദ അതർ പാർട്ടി ഇറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് കൺസീൽമെൻറ്റ് ആൻഡ് ഇറ്റ് അമൗണ്ട്സ് ടു ഫ്രോഡ്. അതായത് ഒരു സ്ഥലം വെക്കാൻ വെച്ചു, അപ്പോൾ ആ സ്ഥലം എന്താണ് ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റാ ബാങ്കിൽ പെട്ടൊരു സ്ഥലമാണെന്ന് വെക്കുക. അതായത് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥലമാണെന്ന് വെക്കുക. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് പോലും വിൽക്കുന്ന ആൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് അത് വിൽക്കാൻ ഒരു കോൺട്രാക്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതെന്താണ് ഫ്രോഡാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ലീഗൽ എഫക്ട്സ് ഓഫ് ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ്. അതായത് ഫ്രോഡ് നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിയമപരമായ എഫക്ട്സ് വരിക എന്നുള്ളത്. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, സെക്ഷൻ 19 ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലീഗൽ എഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 19 പ്രൊവൈഡ്സ് ദാറ്റ് ഇഫ് കോൺസെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഫ്രോഡ് സച്ച് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് അഗ്രീവ്ഡ് പാർട്ടി. നമ്മൾ കോർഷനും അതേപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലും കണ്ട പോലെ എന്താണ് ഈ ഒരു കോൺട്രാക്റ്റ് ഇത് വോയിഡബിൾ ആണ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് അഗ്രീവ്ഡ് പാർട്ടി. അഗ്രീവ്ഡ് പാർട്ടിക്ക് വേണമെങ്കിൽ എന്താണ് ദേ ക്യാൻ വോയിഡ് ഓർ മേക്ക് ദ കോൺട്രാക്ട് വോയിഡ്. കോൺട്രാക്റ്റിനെ അസാധുവാക്കാൻ സാധിക്കും. ഇൻ കേസ് ഓഫ് ഫ്രോഡ് ദി അഗ്രീവ്ഡ് പാർട്ടി യൂഷ്വലി ഹാസ് ഫോളോയിങ് ഓപ്ഷൻസ്. അതായത് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
എഗ്രീവ്ഡ് പാർട്ടിക്ക് ആർക്കാണോ ഈ ഫ്രോഡ് ഏൽക്കേണ്ടി വന്നത് അയാൾക്ക് ഈ താഴെ പറയുന്ന 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെന്താണ്, ദി ഇൻജൂർഡ് പാർട്ടി ക്യാൻ ക്യാൻസൽ ദി കോൺട്രാക്ട്. അപ്പോൾ ഇൻജൂർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫ്രോഡ് കാരണം എന്താണ് അയാൾക്ക് ബാധിച്ചിട്ടുണ്ട്, അയാളെ ബാധിക്കപ്പെട്ട പാർട്ടിക്ക് ദ ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്ട്. രണ്ടാമത്തെ പോയിന്റ്, ദി എഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സൂ ഫോർ ഡാമേജസ്. ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് നഷ്ടപരിഹാരത്തിന്, സൂ മീൻസ് കേസ് ഫയൽ ചെയ്യാം, നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഹി ക്യാൻ ആക്സെപ്റ്റ് ദ കോൺട്രാക്ട്. ഇതിപ്പോൾ ഫ്രോഡ് നടന്നിട്ടില്ലെങ്കിലും അയാൾക്ക് വലിയ ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ ഓക്കെ എന്ത് ചെയ്യാം, ഇയാൾക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് ആക്സെപ്റ്റും ചെയ്യാം. അത് പാർട്ടിയുടെ കയ്യിലാണുള്ളത്. ഓക്കെ, അയാൾക്ക് ഇതിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ, ആ കോൺട്രാക്ട് അയാൾക്ക് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റും ചെയ്യാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സൈഡ് ഹെഡിങ് ആണ് സൈലൻസ് ആസ് ഫ്രോഡ്. സൈലൻസ്, മിണ്ടാതിരിക്കുന്നത്, മൗനം. അതായത് ഒരു സമയത്ത് മൗനം പാലിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോഡായി തീരുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 17, അതായത് സെക്ഷൻ 17 പറഞ്ഞ എക്സ്പ്ലനേഷനിൽ മിയർ സൈലൻസ് ആസ് ടു ഫാക്ട്സ് ലൈക്ലി ടു എഫക്ട് ദി വില്ലിംഗ്നെസ് ഓഫ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഇസ് നോട്ട് ഫ്രോഡ്. അതായത് വെറുതെ സംസാരിക്കാതിരുന്നാൽ, അതായത് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയാണ്, അതായത് ഒരു സ്ഥലം വിൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി, അതായത് വേറൊരു പാർട്ടി, അതായത് വാങ്ങാൻ വന്നിരിക്കുന്ന പാർട്ടി ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും വിൽക്കാൻ വെച്ചിരിക്കുന്ന പാർട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ അവിടെ അത് ഫ്രോഡായിട്ട് പരിഗണിക്കില്ല. കാര്യം അത് ചോദിച്ചറിയേണ്ട ഒരു സംഗതിയും കൂടി വാങ്ങാൻ വന്നിരിക്കുന്ന പാർട്ടിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പോയിൻ്റായിട്ട് വരുന്നത്. പക്ഷേ ഇതിൽ ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡ്യൂട്ടി ടു സ്പീക്ക്. അതായത് ചില നേരത്ത് എന്താണ് ഈ കൺസേൺഡ് പാർട്ടി ഇത് ഈ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ആൾക്ക് അവിടെ സംസാരിക്കാൻ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് മറ്റേ ആൾ ഇയാളെ പരിപൂർണമായിട്ടും വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവിടെ ഇയാൾ ചെയ്യുന്നത് ഫ്രോഡാണ്. ഓക്കെ, മിയർ സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ് വെൻ ദി പേഴ്സൺ കീപ്പിംഗ് സൈലൻറ്റ് ഈസ് അണ്ടർ എ ഡ്യൂട്ടി ടു സ്പീക്ക്. അതായത് ഇയാളെയാണ്, അതായത് ഇപ്പോൾ വിദേശി വന്നിട്ട് ഇവിടെ കുറിച്ചിട്ട് ഒന്നും ഇവിടെ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങളെ പറ്റിയിട്ടും ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അയാളെ ബോധവൽക്കരിക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാരുടെ കടമയാണ്. കാര്യം ടോട്ടൽ ഇഗ്നറൻ്റ് ആയ ഒരാൾ നമ്മളെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ മോറൽ ഡ്യൂട്ടിയാണത് അയാൾക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സൈലൻസ് ഫ്രോഡിന് തുല്യമാണ്. ഓക്കെ, ദ ഡ്യൂട്ടി ടു സ്പീക്ക് അറൈസസ് വെൻ വൺ പാർട്ടി റിപ്പോസസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ അതർ. അതായത് ഒരു പാർട്ടി അടുത്ത പാർട്ടീനെ, അതായത് ഈ ഇൻഫർമേഷൻസിനെ കുറിച്ച് അറിയുന്ന പാർട്ടിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഡ്യൂട്ടിയാണ് അത് എല്ലാം പാസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ ഡ്യൂട്ടി ടു സ്പീക്ക് അറൈസസ് ഇൻ ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ താഴെ പറയുന്ന കോൺട്രാക്റ്റുകളിലൊക്കെ ഈ ഡ്യൂട്ടി ടു സ്പീക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് അത് ഫ്രോഡായിട്ട് പരിഗണിക്കുകയും നേരത്തെ പറഞ്ഞ ലീഗൽ കേസസ് അല്ലെങ്കിൽ ഈ ലീഗലി അതർ പാർട്ടിക്ക്, അഗ്രീവ്ഡ് പാർട്ടിക്ക് ലീഗലി ആ മെഷേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോൺട്രാക്ട്സ് ഒക്കെ ഇവിടെ ഡ്യൂട്ടി ടു സ്പീക്ക് വരുന്നുണ്ട്. കോൺട്രാക്ട്സ് യൂബറിമേ ഫിഡെ. അതിൻ്റെ അടുത്ത് യൂബറിമേ ഫിഡേൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് വിത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതായത് വെറും വിശ്വാസത്തിൻ്റെ പേരിലാണ് കോൺട്രാക്ട് വരുന്നതെങ്കിൽ ഈ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ആര് കൊടുക്കണം, ഒരു പാർട്ടി അടുത്ത പാർട്ടിക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് പാർട്ട്ണർഷിപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് എല്ലാ ഇൻഫർമേഷനും, അത് കൺസേൺഡ് ഇൻഫർമേഷൻസ്, അതായത് പാർട്ട്ണർഷിപ്പുമായിട്ട് വരുന്ന കൺസേൺഡ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് പാസ് ചെയ്യണം. നമുക്കറിയാലോ എന്താ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് ആക്ട് പാർട്ട്നേഴ്സ് ആർ റിക്വയർഡ് ടു ഒബ്സർവ് ദ ആബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്ത് ആൻഡ് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഈ കേസിലൊന്നും സൈലൻസ് ഫ്രോഡായിട്ട് തന്നെ പരിഗണിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് യു മീൻ ബൈ മിസ് റെപ്രസെൻറ്റേഷൻ? എന്താണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 എലമെൻസിനെ കുറിച്ചിട്ടാണ് കണ്ടത്. ഫ്രീ കോൺസെൻറ്റിനെ തകർക്കുന്ന, അല്ലെങ്കിൽ ഫ്രീ കോൺസെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, കോർഷൻ ഉണ്ടെങ്കിൽ ഫ്രീ കോൺസെൻറ്റ് ഇല്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ ഫ്രീ കോൺസെൻറ്റ് അല്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആവും. അതേപോലെ ഫ്രോഡ് നടക്കുകയാണെങ്കിലും ഫ്രീ കോൺസെൻറ്റ് അല്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആവും. അതേപോലെ നാലാമത്തെ എലമെൻ്റ് ആണ് മിസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. ഓക്കെ, എ ഫോൾസ് റെപ്രസെൻറ്റേഷൻ മെയ്ഡ് വിത്ത് ഇൻറ്റൻഷൻ ടു ഇൻഡ്യൂസ് അതർ പാർട്ടി ഈസ് ഫ്രോഡ്. ഓക്കെ, അതായത് ഒരു ഫ്രോഡ് പോലെ തന്നെ
അതായത് എന്തെങ്കിലും ഒരു വിവരം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് വരും, അത് ഫ്രോഡാണ്. ഓക്കെ. ബട്ട് ഇഫ് മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ഇന്നസെൻ്റ്ലി ഇറ്റ് റിസൾട്ട് ഓൺലി ഇൻ സിമ്പിൾ മിസ്റെപ്രസെൻറ്റേഷൻ. നമുക്ക് അറിയാതെയാണ്, ഇൻറ്റൻഷൻ കൂടിയതല്ലാതെ, അത് നമുക്കും അറിയില്ല നിയമത്തിനെ കുറിച്ചിട്ട്. അതായത് ഇപ്പോൾ തണ്ണീർത്തട നിയമത്തിനെ കുറിച്ച് അറിയാത്ത ഒരാളാണ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ അയാൾക്ക് ഡാറ്റാ ബാങ്കിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലെങ്കിൽ അവിടെ എന്താണ്, മിസ്റെപ്രസെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഫ്രോഡല്ല. ഫ്രോഡ് കുറച്ചും കൂടി അത് ക്രിമിനൽ ആക്റ്റാണ്. അതിന് വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിനൊക്കെ പോകും. പക്ഷേ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് കോടതിയൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരത്തിനൊന്നും എഗ്രീവ്ഡ് പാർട്ടിക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ. ദ ടേം മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് false representation of fact made innocently or non-disclosure of a material fact without any intention to deceive the other party. അതായത് ഇവിടെ ചതിക്കണം എന്നൊരു ഉദ്ദേശം ഇല്ലാതെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ. മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ദ പാർട്ടി മേക്കിംഗ് or which is does not know to be false. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇതുവരെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതുവരെ എഴുതി വെച്ചാൽ മതി. അതായത് ചതിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഒന്നെങ്കിൽ തെറ്റായ വിവരം കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ള വിവരം ഒന്ന് മറഞ്ഞു പോവുക. ഓക്കെ, ഇതാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ. ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ഡെഫിനിഷൻ ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്, നിർവചനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേർഡ് ബൈ വേർഡ് തന്നെ നമുക്ക് എക്സാമിനേഷൻ എഴുതേണ്ടി വരും. ഓക്കെ. അക്കോർഡിംഗ് ടു സെക്ഷൻ 18, നമ്മൾ നേരത്തെ 17 എന്താ കണ്ടത്, ഫ്രോഡിൻ്റെ സെക്ഷൻ ആയിരുന്നു. 18 ആരതാണ്, മിസ്റെപ്രസെൻറ്റേഷൻ്റെതാണ്. ഓക്കെ. ദ ടേം മിസ്റെപ്രസെൻറ്റേഷൻ ആസ് ഫോളോയിങ്. ഓക്കെ. മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ the positive assertion in a manner not warranted by the information of the person making it of what which is not true though he believes it to be true. അതായത് ഇയാൾക്ക് വിചാരിക്കുന്നത്, ഈ മിസ്റെപ്രസെൻറ്റേഷൻ ഈ പാർട്ടി കരുതുന്നത് ഇത് സത്യമാണ് എന്ന് കരുതിയിട്ട് ഇയാളൊരു അസത്യം എന്താണ് കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോമിസോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതർ പാർട്ടിക്ക് കൊടുക്കുകയാണ്. ഇയാളുടെയും ധാരണ ഇത് എന്താണ്, ഇത്തരത്തിൽ ഇത് സത്യമല്ല എന്നുള്ളത് ഇയാൾക്കും അറിയുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൗട്ട് എനി ഇൻറ്റൻറ്റ് ടു ഡിസീവ് ഗെയിൻസ് ആൻഡ് അഡ്വാൻറ്റേജ് ടു ദി പേഴ്സൺ കമ്മിറ്റിംഗ് ഇറ്റ് ഓർ എനി വൺ ക്ലെയിമിംഗ് അണ്ടർ ഹിം ബൈ മിസ്ലീഡിങ് അനദർ ടു ഹിസ് പ്രജുഡീസ് ഓർ ടു ദ പ്രജുഡീസ് ഓഫ് എനി വൺ ക്ലെയിമിംഗ് അണ്ടർ ഹിം. അതായത് ഇയാൾക്ക് യാതൊരു ലാഭം ഈ ഒരു കളവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും കൂടി പരിഗണിക്കണം. അതായത് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രോഡായി തീരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇയാൾക്കൊരു ലാഭമില്ലാതെ ഇയാൾ അറിയാണ്ട് എന്താണ് തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തെറ്റായൊരു വിവരം കൊടുത്തു പോവുകയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കോസിങ് ഹവർ ഇന്നസെൻ്റ്ലി എ പാർട്ടി ടു എൻ അഗ്രിമെൻറ്റ് ടു മേക്ക് എ മിസ്റ്റേക്ക് ആസ് ടു സബ്സ്റ്റൻസ് ഓഫ് ദ തിങ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു എഗ്രിമെൻറ്റ്. അതായത് ഇന്നസെൻ്റ്ലി ആണ് ഇയാളിത് ചെയ്യുന്നത്. ഓക്കെ. അതായത് എന്താണ് നിഷ്കളങ്കമായിട്ട് ആണിത് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക. എസെൻഷ്യൽസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻസിന് ആവശ്യമായ എസെൻഷ്യൽസ്, ഈ പോയിന്റുകൾ ഉണ്ടെങ്കിലാണ് മിസ്റെപ്രസെൻറ്റേഷൻ ആവുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ദർ മസ്റ്റ് ബി എ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്. അതായത് തെറ്റായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. മിസ്റെപ്രസെൻറ്റേഷനിൽ കളവായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം, തെറ്റായ വിവരങ്ങൾ. രണ്ടാമത്തെ പോയിന്റ് ദി റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി ഫാക്ട്സ് മെറ്റീരിയൽ ടു കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിലായിരിക്കണം ഈ ഒരു അസത്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസിങ് ദ അതർ പാർട്ടി ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. ഈ റെപ്രസെൻറ്റേഷൻ എന്തിനായിരിക്കണം, അത് അതർ പാർട്ടിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താനായിട്ടുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കണം. ഓക്കെ. ഈ വിവരങ്ങൾ കാരണമായിരിക്കണം അതർ പാർട്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ദി അതർ പാർട്ടി മസ്റ്റ് ഹാവ് ആക്റ്റഡ് ഓൺ ദി ഫെയ്ത്ത് ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതർ പാർട്ടി വിശ്വസിച്ചുകൊണ്ട്, അതായത് ഈ ഒരു മെറ്റീരിയൽ ഫാക്ട്സ് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ പോയിന്റ് ഇല്ലെങ്കിൽ ഇത് ഫ്രോഡായി തീരും. ഓക്കെ. ഈ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ ഇത് ഫ്രോഡായി തീരുകയും ചെയ്യാം. ദ പേഴ്സൺ മേക്കിംഗ് ദ റെപ്രസെൻറ്റേഷൻ ഹോണസ്റ്റ്ലി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. അതായത് തെറ്റായ വിവരം കൊടുക്കുന്ന ആൾ കരുതുന്നത് ഇത് എന്താണ്, ഇയാൾക്ക് ഒരിക്കലും അറിയുന്നില്ല ഇത് തെറ്റാണെന്നുള്ളത്. ഈ തെറ്റായ വിവരം കൊടുക്കുന്ന ആൾ ഒരിക്കലും അറിയുന്നില്ല. ഹി ഹോണസ്റ്റ്ലി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ടു ബി ട്രൂ. ഓക്കെ. ഇതില്ലെങ്കിൽ ഇതെന്തായി, ഇത് ഫ്രോഡായി. ഓക്കെ. ഇനി സിമിലാരിറ്റീസ് ഓഫ് ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബോത്ത് ഓഫ് ദീസ് ആർ റിസൾട്ട് ഫ്രം ഫോൾസ് റെപ്രസെൻറ്റേഷൻ രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്, ഇൻ ബോത്ത് കേസസ് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് പാർട്ടി ഹൂസ് കോൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. രണ്ട് കേസിലും എഗ്രീവ്ഡ് പാർട്ടീൻ്റെ ഓപ്ഷനാണ് എന്ത്,
കോൺട്രാക്റ്റ് വോയിഡബിൾ ആക്കണമെന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ? ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് ഇൻറ്റൻഷൻ്റെ ബേസിസിലാണ്. ഇൻറ്റൻഷൻ മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, പറ്റിക്കണം എന്നുള്ള, ഡിസീവ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ, നോ ഇൻറ്റൻഷനാണ്. ഫ്രോഡ് എന്താണ്, ഇൻറ്റൻഷൻ ടു ഡിസീവ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്, ബിലീഫാണ്. ഇൻ മിസ് റെപ്രസെൻറ്റേഷൻ ദ പേഴ്സൺ മേക്കിംഗ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. അതായത് ഇയാൾക്ക് അറിയാം, ഇയാൾ വിശ്വസിക്കുന്നു എന്താണ്, ഇത് സത്യമാണ് എന്ന്, കളവല്ല എന്നാണ് ഇയാൾ വിശ്വസിക്കുന്നത്. ദ പേഴ്സൺ മേക്കിംഗ് ദ റെപ്രസെൻറ്റേഷൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഫ്രോഡിൻ്റെ കേസിൽ എന്താണ്, ഹി ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. അതായത് ഇയാൾക്ക് അറിയാം ഇത് കളവാണ്, പറയുന്നത് തെറ്റായ വിവരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫ്രോഡിൽ പറ്റിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദി എഫക്റ്റ് ഓഫ് കോൺസിക്വൻസസ്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഫ്രോഡ് ദി അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ക്യാൻസൽ ദി കോൺട്രാക്ട്. ഹി ക്യാൻ ഓൾസോ ക്ലെയിം ഡാമേജസ്. ഫ്രോഡിൻ്റെ കേസ് ആകുമ്പോൾ ഡാമേജിനും ക്ലെയിം ചെയ്യാം, കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാം. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസ് ആകുമ്പോൾ ക്യാൻസൽ ചെയ്യാം, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, ബട്ട് കനോട്ട് സ്യൂ ഫോർ ഡാമേജസ്. അതായത് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മിസ്റെപ്രസെൻറ്റേഷനിൽ. ഇനി നാലാമത്തെ പോയിന്റ്, നോളേജ്. ഇൻ കേസ് ഓഫ് ഫ്രോഡ് ദി പേഴ്സൺ മേക്കിംഗ് ദി റെപ്രസെൻറ്റേഷൻ ഹാസ് ഫുൾ നോളേജ് ഓഫ് ഇറ്റ് ഹാസ് ഫോൾസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണിത്. അതായത് നോളേജ് ഉണ്ട്, അതായത് ഫ്രോഡിൽ ഈ റെപ്രസെൻറ്റേഷൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആൾക്ക് അറിയാം ഇത് തെറ്റാണ് എന്നുള്ളത്, പക്ഷേ മിസ് റെപ്രസെൻറ്റേഷനിൽ അയാൾക്ക് അറിയില്ല ഇത് തെറ്റാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രീ കോൺസെൻറ്റിനെ ബാധിക്കുന്ന പോയിന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കിയത്, കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഒന്ന് കോർഷൻ ആയിരുന്നു, പിന്നെ ഒന്ന് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ആദ്യം തന്നെ ഫ്രോഡായിരുന്നു, പിന്നെ കണ്ടത് മിസ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കാം. മീനിങ് ഓഫ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ മിസ്റ്റേക്ക് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എറണസ് ബിലീവ് കൺസേണിങ് സംതിങ്. അതായത് ഒരു തെറ്റായ ഒരു വിശ്വാസത്തെയാണ് മിസ്റ്റേക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് ദ എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് അണ്ടർ എ മിസ്റ്റേക്ക് ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ കോൺസെൻറ്റ്, ആൻഡ് വെൻ ദി കോൺസെൻറ്റ് ഈസ് നള്ളിഫൈഡ് ബൈ സച്ച് മിസ്റ്റേക്സ് then agreement has no legal effect. That is, the effect of mistake is to make a contract invalid. അതായത് ഒരു തെറ്റ് കാരണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പോവുക, മിസ്റ്റേക്കായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഈ മിസ്റ്റേക്കാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ് എത്ര ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് രണ്ട് മെയിൻ പോയിൻ്റാണ് വരുന്നത്. അതിലെ മെയിൻ പോയിൻ്റാണ് ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, മിസ്റ്റേക്ക് ഓഫ് ലോ. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോയിൽ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, അതായത് ഇന്ത്യയിലെ നിയമം അറിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് റെൻഡർ ദി എഗ്രിമെൻറ്റ് വോയിഡ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ ലോ അറിയാതെ ഒരു മിസ്റ്റേക്ക് കാരണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് വോയിഡ് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ ഓഫ് ലോ, നെയിംലി ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. ദാറ്റ് ഈസ് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോ എക്സ്ക്യൂസ്. അപ്പോൾ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, സെക്ഷൻ 21 says that a contract is not voidable because it was caused by a mistake as to any law in force in India. ഓക്കെ, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അത് നിയമം അറിയാതെയാണ് ഏർപ്പെട്ടതെങ്കിൽ അത് വോയിഡ് ആവില്ല എന്നാണ്. ഇനി മിസ്റ്റേക്ക് ബൈ ലോയിലെ രണ്ടാമത്തെ പോയിൻ്റാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ഓക്കെ, ഇന്ത്യൻ ലോൻ്റെ കേസ് പറയുന്നത് വോയിഡ് ആവില്ല എന്നാണ്. ഫോറിൻ ലോൻ്റെ കേസ് എന്താ പറയുന്നത് നോക്കാം. ദ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഹാസ് ദി സെയിം എഫക്റ്റ് ആസ് ദി മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ദെർഫോർ ഇറ്റ് റെൻഡേഴ്സ് എഗ്രിമെൻറ്റ് വോയിഡ്. അപ്പോൾ ഫോറിൻ ലോ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിനെ കൊണ്ടാണ് നമ്മുടെ കോൺട്രാക്റ്റ് വോയിഡ് ആക്കാൻ ആരെങ്കിലും തീരുമാനിക്കുന്നതെങ്കിൽ അത് വോയിഡബിൾ ആണ്. ഓക്കെ, സെക്ഷൻ 21 lays down that a mistake has to law not enforce in India has the same effect as mistake of fact. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ് രണ്ട് മെയിൻ പോയിന്റുകൾ. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വന്ന രണ്ട് സബ് പോയിന്റുകളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫോറിൻ ലോൻ്റെ കേസ് പറയുമ്പോൾ അത് വോയിഡബിൾ ആണ്. എഗ്രിമെൻറ്റ് മിസ്റ്റേക്ക്, അതായത് നിയമം അറിയാതെ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫോറിൻ ലോ ആണെങ്കിൽ വോയിഡബിൾ ആണ്, ഇന്ത്യൻ ലോ ആണെങ്കിൽ വോയിഡബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത
മെയിൻ പോയിന്റ് ആണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ പോയിന്റ് ആണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ. സിമിലർലി മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ക്യാൻ ഫർദർ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 സബ് ഹെഡ്. അതായത് ലോ പോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ലോ പോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും 2 സബ് ഹെഡിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സബ് ഹെഡ് എന്താണെന്ന് നോക്കാം. ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഓക്കെ, ബൈലാറ്ററൽ മിസ്റ്റേക്ക്. എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് നോക്കാം. വെൻ ബോത്ത് ദി പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു എഗ്രിമെൻറ്റ്, ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഓക്കെ, 2 പാർട്ടീസും തെറ്റിദ്ധാരണ മൂലം, ഒരു മിസ്റ്റേക്ക് മൂലം, ഓക്കെ, അബദ്ധം മൂലമാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ, അറിയാതെയാണ് അത് അബദ്ധം മൂലം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ എഗ്രിമെൻറ്റ് വോയിഡ് ആണ്. ആൻ എഗ്രിമെൻറ്റ് ഷാൽ ബി വോയിഡ് ഇഫ് ദി കണ്ടീഷൻസ് ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് എഗ്രിമെൻറ്റ് വോയിഡ് ആണ്. ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബി അണ്ടർ എ മിസ്റ്റേക്ക്. 2 പാർട്ടീസും മിസ്റ്റേക്കിലായിരിക്കണം. ദിസ് മീൻസ് ദി മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ ഓർ കോമൺ. മ്യൂച്വൽ ആയിട്ടായിരിക്കണം മിസ്റ്റേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് ബി റിലേറ്റ് ടു ആൻ എസെൻഷ്യൽ ഫാക്ട്. ഒരു എസെൻഷ്യൽ ഫാക്ട്, അതായത് കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ട്, ഒരു വസ്തുതയുടെ പുറത്തായിരിക്കണം മിസ്റ്റേക്ക് വരേണ്ടത്. ഓക്കെ, it is necessary that mistake must relate to a matter of fact which is essential to the agreement. ഓക്കെ, അപ്പോൾ ഇതും ഈ ലൈനും ആവശ്യം വരുന്നില്ല, ഇത് മാത്രം മതി. ഫസ്റ്റ് ലൈന് മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത സൈഡ് ഹെഡിങ് പറയുന്നത് ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഓക്കെ, വിവിധ തരം ബൈലാറ്ററൽ മിസ്റ്റേക്കുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിങ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാത്തൊരു സംഗതിയെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മിസ്റ്റേക്ക് റിഗാർഡിങ് ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റി, അത് ഏത് തരത്തിലുള്ള സാധനമാണെന്ന് തിരിച്ചറിയാതെ, അത് തെറ്റിദ്ധാരണ മൂലം 2 പേരും ചേർന്നിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിങ് ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ടൈറ്റിൽ ആരെ കയ്യിലാണ് ഈ സാധനം ഇപ്പോൾ ഉള്ളത് എന്ന് അറിയാതെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. നാലാമത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിങ് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇതിൻ്റെ അളവ് എത്രയാണ്, സബ്ജക്റ്റ് മാറ്ററിൻ്റെ, അതായത് കോൺട്രാക്റ്റായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന സബ്ജക്റ്റ് മാറ്ററിൻ്റെ അളവ്, ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാതെ അത് മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിങ് ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇതിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് തിരിച്ചറിയാതെ. ആറാമത്തെ പോയിന്റ് ഇതിൻ്റെ പ്രൈസ്, മിസ്റ്റേക്ക് റിഗാർഡിങ് പ്രൈസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഏഴാമത്തെ പോയിന്റ് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിങ് പോസിബിലിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇതിൻ്റെ പോസിബിലിറ്റി, ഇത് എങ്ങനെയാണിത്, ഉള്ളതാണോ ഇല്ലാത്തതാണോ അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ളതാണോ എന്ന് അറിയാതെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഓക്കെ, ബൈലാറ്ററൽ മിസ്റ്റേക്കിനെ കുറിച്ച് കണ്ടു. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് എന്ന് അറിഞ്ഞു. ഇനി യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ് രണ്ടാമത്തത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ രണ്ടാമത്തെ സബ് പോയിന്റ് ആണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ ടേം യൂണിലാറ്ററൽ മിസ്റ്റേക്ക് മീൻസ് വെയർ ഓൺലി വൺ പാർട്ടി ഓഫ് ദി എഗ്രിമെൻറ്റ് ഈസ് അണ്ടർ എ മിസ്റ്റേക്ക്. ഒരു പാർട്ടി മാത്രമാണ് അബദ്ധത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ. അങ്ങനത്തെ കേസാണെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല, മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ടു ബീങ് അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട്. അപ്പോൾ മറ്റുള്ള സംഗതി പോലെയല്ല, ഒരു അബദ്ധത്തിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അബദ്ധം കാരണം, അത് മിസ്റെപ്രസെൻറ്റേഷൻ അല്ല, ഫ്രോഡല്ല, കോർഷൻ അല്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ല, അബദ്ധം കാരണം, മിസ്റ്റേക്ക് കാരണം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ആളെ കയ്യിലാണ് മിസ്റ്റേക്ക് എങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല. ഇനി ഇന്ത്യൻ ലോ അറിയാതെ വന്ന് കോൺട്രാക്റ്റിൽ ചാടി കൊടുത്താൽ അവിടെയും കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല. ഇവിടെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്, 2 പേരും മിസ്റ്റേക്ക് കാരണമാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. അതേപോലെ ഫോറിൻ ലോ അറിയാതെ, കാരണം നമുക്ക് എല്ലാ രാജ്യത്തെയും നിയമമൊന്നും നമുക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ നിയമങ്ങളൊന്നും ഒരു സാധാരണ ഇന്ത്യൻ പൗരന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസിലും കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈപ്സും കൂടിയാണ് നോക്കാനുള്ളത്. യൂണിലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ ടൈപ്സും കൂടിയാണ് നോക്കാനായിട്ട്. ഇനി പറയാനുള്ളത് ടൈപ്സ് ഓഫ് യൂണിലാറ്ററൽ മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്കിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്സ്. ഓക്കെ, അതിൽ ആദ്യത്തേത് പറയുന്നത് മിസ്റ്റേക്ക് അബൌട്ട് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ്. അതായത് ഈ പാർട്ടീസിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് അറിയാതിരിക്കുക. ഓക്കെ, ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി പേഴ്സൺ കോൺട്രാക്റ്റഡ് വിത്ത്, ഈവൻ ഇഫ് ദ മിസ്റ്റേക്ക് ഇസ് കോസ്ഡ് ബൈ ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് അനദർ പാർട്ടി, ദ കോൺട്രാക്റ്റ് വിൽ ബി വോയിഡ്. അതായത് മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി നമുക്ക് അറിയാതെ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് മിസ്റെപ്രസെൻറ്റേഷനോ ഫ്രോഡോ ആണെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ് ആണ്, അല്ലാത്ത പക്ഷം അത് വോയിഡ് ആവില്ല. നമ്മൾ തിരിച്ചറിയേണ്ടതാണത്.
ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, മിസ്റ്റേക്ക് അബൌട്ട് ദി നേച്ചർ ഓഫ് എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് നേച്ചർ എന്താണെന്ന് അറിയാതിരിക്കുക. ഇഫ് എ പാർട്ടി ഡസ് നോട്ട് ഡിസ്കസ് ദി ട്രൂ നേച്ചർ ഓഫ് ദി ഡോക്യുമെൻറ്റ് ബട്ട് fraudulently induces the other party to sign it, who believes that he is signing some other document, in such a case there is no real agreement. അതായത് ഈ എഗ്രിമെൻറ്റിൻ്റെ നേച്ചർ ഒരു മിസ്റ്റേക്ക് പ്രകാരമാണ് വരുന്നത് എങ്കിൽ എന്താണ്, വോയിഡബിൾ അല്ല, യൂണിലാറ്ററൽ ആണെങ്കിൽ. ഇനി ഇത് ഫ്രോഡുലൻ്റ്ലി, അതായത് മനഃപൂർവ്വം ഇതിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ നേച്ചർ അതർ പാർട്ടി മറച്ചു വെക്കുകയും ഫ്രോഡുലൻ്റ്ലി മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ കാരണമോ എന്താണ് ഇത് മറഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ നേച്ചർ ഓഫ് എഗ്രിമെൻറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മറഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരില്ല, അവിടെ ഇത് എന്താണ് വോയിഡബിൾ അല്ലാതിരിക്കില്ല, വോയിഡബിൾ ആവും, എഗ്രിമെൻറ്റ് വോയിഡബിൾ ആവും. അല്ലാത്ത പക്ഷം മിസ്റ്റേക്ക് കാരണമാണ് ഇയാൾ ഇതിൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ഒരു പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്കിൽ പറയാനായിട്ടുള്ളത്, യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.